ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണ് ടയറ് പത്തിരി. ടയറ് പത്തിരി പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഒറോട്ടി, ഓട്ടുപത്തിരി, തടിച്ചപ്പത്തിരി, അങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്ന ടയറ് പത്തിരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുവിധ എല്ലാ കറികളും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പത്തിരിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അങ്ങനെ ടയറ് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പുഴുങ്ങലരിയും പച്ചരിൻ്റെയും പൊടിയാണ്. അപ്പം 1 കിലോ പുഴുങ്ങലരി എടുക്കുകയാണെങ്കിൽ 1 കിലോ പച്ചരിയും കൂടെ എടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ടയറ് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ചൂടില്ലാത്ത വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പാകമാക്കി എടുക്കണം. നൈസ് പത്തിരിൻ്റെ അരിപ്പൊടി എടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ടയർ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി വറുക്കേണ്ട ആവശ്യം വരുന്നില്ല. വറുക്കാണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലെ കുഴച്ചെടുക്കണം. ഇത്ര എമൗണ്ടാണ് നമുക്ക് ഒരു പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇത്രയും ഉരുളയാക്കി എടുക്കണം. പിന്നെ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഉരുളയാക്കി എടുക്കാം. അങ്ങനെ 4 കപ്പ് അരിപ്പൊടി കൊണ്ട് നമുക്ക് 5 ടയർ പത്തിരി ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് വാഴയില. വാഴയിലയിൽ നമ്മൾ ഉരുളകൾ എടുത്തിട്ട് നല്ല ഷേപ്പിൽ പരത്തി കൊടുക്കണം. ഒരു തിക്നെസ്സിൽ പരത്തി കൊടുക്കണം. ഇത്ര തിക്നെസ്സിൽ പരത്തി കൊടുക്കണം. നല്ല ഷേപ്പാക്കി എടുക്കണം. എന്നിട്ട് ഷേപ്പാക്കി എടുത്തതിന് ശേഷം വേറൊരു വാഴയില അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. അങ്ങനെ നമുക്ക് ടയർ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളതാണ് ഓട്ടുപാത്രം. ഓട്ടുപാത്രം ഇല്ലെങ്കിൽ നിങ്ങളിതിലുള്ള ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓട്ടുപാത്രമാണ്. എന്നിട്ട് അത് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ പരത്തി വെച്ച പത്തിരിൻ്റെ അത് ഓരോന്നായിട്ട് ഓട്ടുപാത്രത്തിൽ ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മൂടി വെക്കാൻ വേണ്ടിയിട്ട് ഓട്ടുപാത്രത്തിൻ്റെ മൂടിയുണ്ട്, അത് മൂടി കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ഇലകൾ മാറ്റാം. വാഴയില മാറ്റി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓട്ട് പാത്രത്തിലിട്ടിട്ട് നല്ല തിരിച്ച് ഇതുപോലെ തിരിച്ച് നമ്മൾ അത് കുറച്ചും കൂടെ ഒന്ന് പാകമാക്കി എടുക്കണം. തിരിക്കുമ്പോൾ തന്നെ അത് ഇങ്ങനെ പൊന്തി വരും. ഇതുപോലെ നല്ലോണം തിരിച്ചെടുക്കണം.
അങ്ങനെ നല്ലോണം ഒന്ന് പൊന്തി വന്നാൽ പിന്നെ നമുക്ക് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ടയർ പത്തൽ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാം. പിന്നെ എല്ലാവർക്കുള്ള ഡൗട്ടാണ് ഇത്തിരി കട്ടിയാകുമ്പോൾ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടുമെന്ന്. പക്ഷെ ഒരു ഡൗട്ടും വേണ്ട, നല്ലോണം വെന്ത് കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തൽ കിട്ടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അരിപ്പൊടി എടുക്കുമ്പോഴാണ് നമുക്ക് വറുക്കാത്ത അരിപ്പൊടിയാണ് വേണ്ടത്. പിന്നെ അതിൻ്റെ കോമ്പിനേഷൻ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഈക്വൽ എമൗണ്ടിൽ പിന്നെ പച്ചരിയും പുഴുങ്ങലരിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു പത്തൽ കിട്ടും, ടയർ കിട്ടും. പിന്നെ അങ്ങനെ നമ്മൾ എല്ലാ ടയർ പത്തലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കറീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു.